2023 നവംബർ 30 ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം. പരമ്പരയിൽ ഓരോ മത്സരങ്ങൾ വീതം ജയിച്ച് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഒരേപോലെ നിൽക്കുകയാണ്. പരമ്പരയുടെ വിധി നിർണ്ണയിക്കുന്ന മൂന്നാമത്തെ മത്സരം സീനിയർ കളിക്കാർക്ക് വിശ്രമം ലഭിച്ച അവസരത്തിൽ എറിഞ്ഞു കിട്ടിയ അപ്പകഷ്ണം പോലെ ലഭിച്ച ഒരവസരം. അദ്ദേഹം ബാറ്റുമെടുത്തിറങ്ങി. ബാറ്റിംഗ് ദുഷ്കരമായ ആ പിച്ചിൽ ഓപ്പണർമാരുടെ വിക്കറ്റ് തുടക്കത്തിലേ നഷ്ടമായിരുന്നു. തിലക് വർമ്മയെ കൂട്ടുപിടിച്ച് ഒരു മികച്ച ഇന്നിങ്സ്. 114 ബോളിൽ 108 റൺസ്. പറഞ്ഞു വരുന്നത് സഞ്ജു സാംസണെ കുറിച്ചാണ്. അയാളുടെ ആ മികച്ച ഇന്നിങ്സിൻ്റെ കരുത്തിൽ 300 റൺസിനെടുത്ത ഒരു മികച്ച ടോട്ടൽ കെട്ടിപ്പടുത്തു. ഹർഷദീപ് സിംഗിൻ്റെ മികച്ച ബോളിംഗ് കൂടിയായപ്പോൾ വിജയവും പരമ്പരയും ഇന്ത്യയുടെ കൂടെ പോന്നു. അങ്ങനെ അവസാന മത്സരത്തിൽ സെഞ്ചുറിയും മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരവും കിട്ടിയ അവസരത്തിൽ സഞ്ജു സാംസൺ തൻ്റെ ബാറ്റിംഗ് പാടവം ലോകത്തിന് കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തെ കാണുന്നത് ഇന്ത്യയുടെ 2020 സ്ക്വാഡിലാണ്. തുടർച്ചയായ കുറച്ച് മത്സരങ്ങളിൽ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് താങ്കളെ പിന്തുണയ്ക്കാൻ ടീം മാനേജ്മെൻറ്റ് തീരുമാനിച്ചുവെന്ന കോൺഫിഡൻസുമായി അദ്ദേഹം T20യിൽ പാഡണിഞ്ഞു. 3 അത്യുഗ്രൻ സെഞ്ചുറികൾ, ഒരു പിടി റെക്കോർഡുകൾ, ഒപ്പം ഒരു കലണ്ടർ വർഷത്തിൽ T20 മത്സരത്തിൽ 3 സെഞ്ചുറികൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായി. അവിടെയും തീരുന്നില്ല. ആ കലണ്ടർ വർഷത്തെ ഇന്ത്യയുടെ ഏറ്റവും അധികം റൺസ് എടുത്ത T20 കളിക്കാരനുമായി അയാൾ. പക്ഷേ അയാളുടെ വിധിയെ നിർണ്ണയിക്കാൻ ഇതൊന്നും മതിയായിരുന്നില്ല. ചില പ്രത്യേക കളിക്കാർക്ക് വേണ്ടി, ചില പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടി തൊട്ട് മുമ്പത്തെ വർഷത്തിൽ ആ രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചു കൂട്ടിയ കളിക്കാരന് ആ ടോപ്പ് ഓർഡർ സ്ഥാനം നിർബന്ധപൂർവ്വം ത്യജിക്കേണ്ടി വരുന്നത് എത്ര ദൗർഭാഗ്യകരമായ കാഴ്ചയാണ്. ഏറെ പ്രതിസന്ധികൾ മറികടന്നാണ് 10 വർഷത്തോളം നീണ്ട ഈ കരിയറിൽ വിരലിലെണ്ണാവുന്ന കുറച്ച് മത്സരങ്ങളിൽ മാനേജ്മെൻറ്റ് അദ്ദേഹത്തെ പിന്തുണച്ചത്. ആ അവസരത്തിൽ അയാൾ ആ രാജ്യത്തിലെ തന്നെ ഏറ്റവും റൺസ് അടിച്ചു കൊടുക്കുന്ന കളിക്കാരനായി. പക്ഷേ സെലക്ടർമാർ പറയാതെ പറഞ്ഞു, മിസ്റ്റർ സഞ്ജു സാംസൺ, ഈ പെർഫോമൻസ് മാത്രം പോരാ, നിങ്ങൾക്ക് സ്ഥാനങ്ങൾ നിലനിർത്താൻ. ഞങ്ങളുടെ താല്പര്യങ്ങളുടെ റാങ്കിങ്ങിൽ കൂടി മുന്നിലെത്തിയാൽ മാത്രമേ അതിന് നിങ്ങൾക്കൊരു തുടർച്ച ലഭിക്കൂ. പരമ്പരയുടെ വിധി നിർണ്ണയിച്ച അവസാന മത്സരത്തിൽ ഒരു അത്യുഗ്രൻ സെഞ്ചുറിയോടുകൂടി പരമ്പര വിജയവും കളിയിലെ താരവുമായിട്ടും അതിനുശേഷം അദ്ദേഹത്തെ ഏകദിന ടീമിലേക്ക് പരിഗണിച്ചിട്ടേയില്ല. ആ കാര്യം തന്നെ അത്ഭുതമായി നമുക്കാർക്കെങ്കിലും തോന്നുന്നില്ല എങ്കിൽ തന്നെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില പ്രത്യേക താല്പര്യമുള്ള കളിക്കാരുടെ സ്ലോട്ട് ഉറപ്പാക്കണമെങ്കിൽ ചിലരെ ഒഴിവാക്കിയല്ലേ പറ്റൂ. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ സഞ്ജു സാംസൺ ആവുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എപ്പോഴും വളരെ പുഞ്ചിരിയോടെ അദ്ദേഹം നമുക്ക് ചുറ്റിലുമുണ്ട്. വളരെ ആത്മാർത്ഥതയോടെ, പരിഭവമില്ലാതെ തമാശകൾ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തന്നെ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ തന്നെ നിലവിൽ കളിക്കുന്ന കളിക്കാരിൽ ഏറ്റവും മികച്ച ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ് അയാൾ. ആ ബാറ്റിംഗ് വിസ്ഫോടനവും മനോഹരമായ ബൗണ്ടറികളും നമ്മൾ എത്ര കണ്ടതാണ്. ഈ വരാൻ പോകുന്ന ഓസ്ട്രേലിയൻ പര്യടനത്തിൽ പരിക്ക് കാരണം ഋഷഭ് പന്തിന് ടീമിലിടമില്ല. എന്നിട്ടും സെലക്ടർമാർ സഞ്ജുവിനെ ആ സ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ടില്ല. ഇന്ത്യൻ സെലക്ടർമാരുടെ ന്യായീകരണങ്ങൾ കേട്ടാൽ തലയിൽ കൈവച്ചിരിക്കുകയല്ലാതെ മറ്റു നിവൃത്തിയില്ല. ചിലരെ ടീമിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി മാത്രം വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത തരം ന്യായങ്ങളാണ് ഇവർക്കുള്ളത്. ഒരു ഉളുപ്പുമില്ലാതെ ഏതോ ഒരു വലിയ സത്യസന്ധമായ കാര്യം വിശദീകരിക്കുന്ന പോലെ നന്നായി വേവിച്ച കള്ളങ്ങൾ അവർ പറയും. ടോപ്പ് ഓർഡറിൽ സ്ഥാനമൊഴിവ് വരുമ്പോൾ അവർ അയാളെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ എന്ന് മുദ്രകുത്തും. മിഡിൽ ഓർഡറിൽ സ്ഥാനമൊഴിവ് വരുമ്പോൾ അയാളെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞ് ഒഴിവാക്കും. ചിലരെ ഒഴിവാക്കുന്നത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാവുന്നുണ്ട്. ശുഭ്മാൻ ഗിൽ ഒരു ആവറേജ് T20 ബാറ്റർ മാത്രമാണ്. സഞ്ജു അങ്ങനെയല്ല. അയാൾ ക്രീസിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന T20 സ്കോർ 297 റൺസ് പിറന്നതെന്ന് നമ്മൾ ഇടയ്ക്കൊക്കെ മറന്നു പോകുന്നു. അന്നത്തെ സെഞ്ചുറി ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാൻ്റെ രണ്ടാമത്തെ വേഗമേറിയ സെഞ്ചുറിയായിരുന്നു, വെറും 40 ബോളുകളിൽ. ഇവിടെയും തീരുന്നില്ല. ഇന്ത്യയുടെ രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന T20 സ്കോർ 283 ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ അടിച്ചു കൂട്ടുമ്പോൾ ഒരറ്റത്ത് സെഞ്ചുറിയുമായി സാംസൺ ഉണ്ടായിരുന്നു. അഭിഷേക് ശർമ്മയോടൊപ്പം ഓപ്പണിങ്ങിൽ വിസ്ഫോടനം തീർക്കാൻ കരുത്തുള്ള ഒരു ജോഡിയാണ് ചില താല്പര്യങ്ങളുടെ പുറത്ത് കയ്യാലപ്പുറത്തിരുത്തുന്നത്. അതൊരു പക്ഷേ അയാളുടെ മാത്രമുള്ള വിവേചനം മാത്രമല്ല, ക്രിക്കറ്റിനോട് കൂടിയുള്ള വിവേചനമാണ്. രാജ്യത്തിന് വേണ്ടിയാണ് ഈ ടീം കളിക്കാനും ജയിക്കാനും ഇറങ്ങുന്നത്. മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു പെർഫോമൻസ് കാലം കാത്തുവച്ച കാവ്യനീതി എന്ന പോലെ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്നും ഒഴുകിയിറങ്ങിയപ്പോഴും അയാളെ നിങ്ങൾ മാറ്റി നിർത്തിയത് രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയല്ല, ചിലരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇന്ത്യൻ ഡൊമസ്റ്റിക് T20 ചരിത്രത്തിലെ ഇന്ന് കളിക്കുന്നതിൽ ഏറ്റവും മികച്ച കളിക്കാരിലൊരാളാണ് സഞ്ജു എന്ന് കണക്കുകൾ തന്നെ പറയുന്നു. അപ്പോഴും കഴിഞ്ഞ 10 വർഷം നീണ്ട ക്രിക്കറ്റ് ജീവിതത്തിൽ അദ്ദേഹം കളിച്ചത് 40-ൽ താഴെ മത്സരങ്ങൾ മാത്രമാണ്. ഓരോ തവണ തഴയപ്പെടുമ്പോഴും ഒരു ചെറു പുഞ്ചിരിയോടെ അയാൾ നമ്മളെ നോക്കി ചിരിക്കും. ഒരു മനോഹരമായ, മനസ്സിൽ തട്ടുന്ന, ആരെയും വേദനിപ്പിക്കാത്ത ഒരു മറുപടി അയാൾ പറയും. ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കും.
അയാൾ ഇതിലും ഒരുപാട് അവസരങ്ങൾ ആഗ്രഹിച്ചിരുന്നു, അർഹിച്ചിരുന്നു, ഇനിയും അർഹിക്കുന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത ക്രിക്കറ്റിനോടുള്ള ആവേശം കെട്ടുപോകാതെ തന്നെ ഇരിക്കട്ടെ. അവഗണന അദ്ദേഹത്തെ കൂടുതൽ കരുത്തനാകട്ടെ. ഇനിയും കുറേയേറെ മത്സരങ്ങളിലെങ്കിലും അയാളുടെ ബാറ്റിംഗ് പ്രകടനം കാണാൻ നമുക്ക് കഴിയുമായിരിക്കും. അടുത്ത പരമ്പരയിലും അദ്ദേഹത്തെ ഒഴിവാക്കാൻ പറയുന്ന അത്ഭുതകരമായ പുതിയ കാരണങ്ങൾ കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം. ചില കാര്യങ്ങൾ പറയാതെ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക? ഇന്ത്യയിൽ ഇതൊന്നും പുതുമയുള്ളതല്ല. മറ്റൊരു വീഡിയോയും മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.